ഒരു സിനിമ പ്രേക്ഷകരെ ഏറ്റെടുത്താൽ 100% ആ സിനിമ ലാഭമാകും ഓട്ടോമാറ്റിക്. കിഷ്കിന്ധ കാണ്ഡം അങ്ങനെയായിരുന്നു. കിഷ്കിന്ധ കാണ്ഡം ഞാൻ എടുത്ത റിസ്ക് ലോകത്തിലൊരു മനുഷ്യനും എടുക്കത്തില്ല. അതുപോലെ രോമാഞ്ചം, അത് അതിലും വലിയ റിസ്ക് ആയിരുന്നു. അത് പക്ഷേ എന്തുകൊണ്ടാണ് എല്ലാവരും താഴെ? അപ്പൊ അതിൽ എന്താണ് ഒരു സ്പാർക്ക് അടിച്ചത്? അല്ലാതെ ഞാൻ പറഞ്ഞല്ലോ, അതാണ് മോളെ ഞാൻ പറഞ്ഞത്. എനിക്ക് ഒരു ഇപ്പം ഞാൻ പറഞ്ഞല്ലേ, നിങ്ങൾ എന്നെ വിളിച്ചപ്പോൾ എനിക്ക് വേണമെങ്കിൽ നോ പറയാം. ആ നോ പറഞ്ഞാൽ എനിക്ക് കല്യാണം കൂടാം. മനസ്സിലായോ? ഞാൻ അവിടെ ഞാൻ എപ്പോഴും ഐ ഓൾവേസ് പ്രയോറിറ്റി ടു അതേഴ്സ് റാദർ ദാൻ മീ. എന്നേക്കാൾ ഞാൻ മറ്റുള്ളവരെയാണ് സ്നേഹിക്കുന്നത്. മറ്റുള്ളവർക്ക് എല്ലാവർക്കും നന്മ കൊടുക്കണമെന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. എല്ലാവർക്കും നന്മ കൊടുക്കണമേ. അപ്പൊ അങ്ങനെ നോ എന്ന് പറയാത്തത് കൊണ്ട് രോമാഞ്ചം അതെടുത്തു, അത് ചെയ്യാമെന്ന്. അല്ലല്ല, അത് അവിടെയല്ല. അത് നമ്മളെല്ലാം അങ്ങനെ പറഞ്ഞ പോലെ അത് നോ പറയാത്തില്ല. അത് ആ സിനിമ കണ്ടപ്പോൾ എനിക്കൊരു ഇഷ്ടം തോന്നി. എന്നെ ദൈവം തോന്നിപ്പിച്ചു, ഇത് കൊള്ളാം, ഇത് നമുക്ക് വർക്കാവും. അങ്ങനെയാണ് അതെന്ന് വെച്ചാൽ കോവിഡിന് ശേഷമൊക്കെ തിയേറ്ററിനെ ഇളക്കി മറിച്ചൊരു മൂവിയായിരുന്നു. ഭീകരമായി ഇളക്കി. അതൊരു ഒരു ട്രെൻഡായി മാറി. അതെ അതെ, ഒരു ട്രെൻഡ് സെറ്ററും കൂടിയായി. അതിൽ സന്തോഷമില്ലേ? പിന്നെ നമ്മളെല്ലാം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നന്നാകുമ്പോൾ നമുക്ക് സന്തോഷം ഉണ്ടാവും.